എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശിവഗിരി ചരിത്രം അധ്യായം 8. കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ശിവഗിരി ശാരദാ പ്രതിഷ്ഠ വരെയാണ്. ശാരദാ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുദേവൻ്റെ മുഖത്തെ തേജസ്സും ആ സന്തോഷവും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ആ ദിവസങ്ങളിൽ ഗുരുദേവ അനുഗ്രഹത്താൽ മറ്റു പല പ്രധാന സംഭവങ്ങളും ശിവഗിരിയിൽ നടക്കുകയുണ്ടായി. ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞു വന്ന ഉഷകാല സന്ധ്യയിലൂടെ നമുക്കൊരു തീർത്ഥയാത്ര നടത്താം. എന്താ? ശങ്കരൻ പരദേശി സ്വാമികളുടെ നേതൃത്വത്തിൽ ശാരദാ മഠത്തിൽ പൂജകളും മറ്റും നടക്കുകയാണ്. അസംഖ്യം ഭക്തജനങ്ങൾ ശാരദാംബയെ ഒരു നോക്ക് കാണുവാൻ, അമ്മയ്ക്ക് കീർത്തനങ്ങളാൽ അർച്ചനകൾ നൽകുവാൻ, ഗുരുദേവ പദകമലങ്ങളിൽ സാഷ്ടാംഗം പ്രണാമമർപ്പിക്കുവാൻ വന്നുകൊണ്ടേയിരിക്കുന്നു. ഭക്തിസാന്ദ്രമായ ശിവഗിരി താഴ്വാരം, ഭക്തി അതൊന്നു മാത്രമാണ് എല്ലാ മനസ്സുകളിലും. ഇപ്പോൾ ഗുരുദേവന് ചുറ്റിലും അനേകം ഭക്തജനങ്ങൾ ഗുരുമന്ത്രം ഉരുവിട്ടുകൊണ്ട് കൂപ്പുകൈകളുമായി ഗുരുദേവ അനുഗ്രഹത്തിനായി നിൽക്കുന്നു. ഇതിനിടയിൽ ഗുരുദേവൻ തൻ്റെ ഒരു ശിഷ്യനെ അടുത്തു വിളിച്ച് തൻ്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗ സ്വാമികളെ വിളിച്ചു കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഉടൻ തന്നെ ശിഷ്യന്മാരും മറ്റും ചേർന്ന് ശിവലിംഗ സ്വാമികളെ തിരക്കുവാൻ തുടങ്ങി. പക്ഷേ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചില നിമിഷങ്ങൾക്ക് ശേഷം എപ്പോഴോ ശിവഗിരിയുടെ നെറുകയിലുള്ള മരക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നും ഭക്തിസാന്ദ്രമായൊരു കീർത്തനം അവരുടെ കർണപുടങ്ങളിലേക്ക് എത്തുവാൻ തുടങ്ങി. ഗുരുശിഷ്യന്മാർ ആ സാന്ദ്രമായ കീർത്തനം വരുന്ന ദിശയിലേക്ക് അതിവേഗം നടക്കുവാൻ തുടങ്ങി. ധ്യാനനിമഗ്നനായി ഗുരുമന്ത്രം ഉരുവിട്ടുകൊണ്ട് പത്മാസനസ്ഥനായിരിക്കുന്ന ശിവലിംഗ സ്വാമികളെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് കണ്ടെത്തുവാൻ കഴിയും. ആ വത്സര ശിഷ്യോത്തമൻ്റെ മുൻപിൽ ചെന്നവർ കൂപ്പുകൈകളുമായി മന്ത്രസുധയിൽ ലയിച്ചു നിന്നുപോയി. എല്ലാവരും സ്നേഹാദരങ്ങളോടെ ശിവലിംഗ സ്വാമികളെ പ്രണമിക്കുന്നു. സ്വാമികൾ സാവധാനം കണ്ണുകൾ തുറന്ന് എല്ലാവരെയും പ്രത്യഭിവാദ്യം ചെയ്യുന്നു. ശിവലിംഗദാസ് സ്വാമികൾ ഉടൻ തന്നെ എഴുന്നേറ്റ് ഗുരുസന്നിധിയിലേക്ക് നടക്കുവാൻ തുടങ്ങി. ഇപ്പോഴും ആ മനസ്സിൽ ഗുരുമന്ത്രം അലയടിക്കുകയാണ്. എല്ലാവരും ഗുരുസന്നിധിയിലെത്തി പ്രണമിച്ചു നിന്നു. എല്ലാവരെയും കാരുണ്യപൂർവ്വം നോക്കിയതിനു ശേഷം ഗുരുവിൻ്റെ മധുരവാണികൾ വരികയായി. ഓരോരുത്തരും ഓരോ ലക്ഷ്യപൂരണത്തിനു വേണ്ടിയുള്ള നിതാന്ത യാത്രയിലാണ്. ഓരോ ജന്മത്തിലും ഓരോരുത്തർക്കും പ്രത്യക്ഷമായി പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുമുണ്ട്. ശാരദാംബയുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ മുഹൂർത്തത്തിൽ അതിനായി നമുക്ക് പല സുപ്രധാന തീരുമാനങ്ങളും എടുക്കുവാനുണ്ട്. ശിവലിംഗ സ്വാമികളെ നോക്കി. ശിവലിംഗ സ്വാമികൾക്കും അങ്ങനെയുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. ശിവലിംഗ സ്വാമികൾ അവിടുത്തെ ഇഷ്ടം പോലെ അവിടുന്ന് ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുവാൻ ഞാൻ സർവ്വഥാ സന്നദ്ധനാണ്. ഈ സമയത്ത് ശിവഗിരി താഴ്വാരത്ത് മറ്റൊരു രസകരമായ സംഭവം കൂടി നടന്നുകൊണ്ടിരുന്നു. ശാരദാ മഠത്തിനടുത്തായുള്ള വിശാലമായ മൈതാനത്തെ വളരെയധികം ആൾക്കാർ കൂടി നിൽക്കുന്നു. അവർ സന്തോഷത്തിലും ആശ്ചര്യത്തിലും ആർപ്പ് വിളിക്കുകയും കൈകൊട്ടുകയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മധ്യത്തിലായി അല്പവസ്ത്രധാരിയായ ഒരു സന്യാസിയെയും കാണാം. കൂടി നിൽക്കുന്ന ആൾക്കാർ ആ സന്യാസിയുടെ കൈകളിൽ പല വസ്തുക്കളും സമർപ്പിക്കുന്നു. ഉടൻ തന്നെ പ്രസ്തുത വസ്തുക്കൾ മറ്റു പലതുമായി തന്നവർക്ക് തന്നെ തിരികെയും നൽകുന്നു. ചിലർ ചെറുപാറകൾ ആ സാധുവിനെ ഏൽപ്പിക്കുന്നു. തൻ്റെ ആത്മീയ ബലത്താൽ അത് കൽക്കണ്ടമായി ക്ഷണനേരം കൊണ്ട് മാറി തന്നവർക്ക് തന്നെ തിരികെയും നൽകുന്നു. എന്തൊരു സിദ്ധി അല്ലേ! ഗുരുദേവൻ്റെ ദൃഷ്ടിയിലും അത് വിട്ടു. ഗുരുമുഖത്തിപ്പോൾ ഒരു നിഗൂഢ മന്ദഹാസം കാണാം. ഗുരുദേവൻ സാവധാനം ശിവഗിരി താഴ്വാരത്തിലൂടെ നടക്കുവാൻ തുടങ്ങി. യാത്രയിൽ എപ്പോഴോ മായാജാലം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്യാസിയുടെ സമീപത്തുകൂടിയും ഗുരുദേവൻ കടന്നുപോയി. പെട്ടെന്ന് സന്യാസിയുടെ മായാജാലം അപ്രത്യക്ഷമായി. ചുറ്റും നോക്കിയ സന്യാസിക്ക് ഉടൻ തന്നെ കാര്യം മനസ്സിലായി. ശ്രീനാരായണ ഗുരുദേവൻ്റെ സാന്നിധ്യം കൊണ്ടാണ് തൻ്റെ സിദ്ധി അനാവരണമാക്കപ്പെട്ടത്, നിഷ്ഫലമാക്കപ്പെട്ടതെന്ന് ആ സന്യാസിക്ക് മനസ്സിലായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തും ഒരു നിഷ്കളങ്കമായ ചിരി വിടർന്നു. ഈ സമയം ശിവഗിരിയിൽ മറ്റു ചില മംഗളകർമ്മങ്ങൾ കൂടി നടക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗുരുദേവ സമക്ഷം സന്യസ്ത ശിഷ്യന്മാരും യോഗ നേതാക്കന്മാരും ഗുരുഭക്തന്മാരും സന്യാസി ദീക്ഷ സ്വീകരിക്കുവാൻ തയ്യാറായി ചില ബ്രഹ്മചാരികളും നിലയുറപ്പിച്ചു. അധികം താമസിയാതെ ഒരു ബ്രഹ്മചാരിയെ ഗുരുദേവൻ അടുക്കലേക്ക് വിളിച്ച്
സന്യാസി ദീക്ഷ നൽകി അനുഗ്രഹിക്കുവാൻ തുടങ്ങി. അനന്തരം ഗുരു കൽപ്പിച്ചു, ഇനി മുതൽ ഇയാൾ അച്യുതാനന്ദ സ്വാമികൾ എന്നറിയപ്പെടും. അച്യുതാനന്ദ സ്വാമികൾക്ക് ശേഷം ഗുരുദേവൻ മറ്റു ചിലർക്ക് കൂടി സന്യാസി ദീക്ഷ നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. ശേഷം ഗുരുദേവൻ തൻ്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗ സ്വാമികളെ ചേർത്ത് നിർത്തിയതിന് ശേഷം ഗുരു അരുളി, ശാരദാംബയുടെ സാന്നിധ്യത്താൽ പരിപാവനമായ പുണ്യഭൂവിൽ നിന്നുകൊണ്ട് നാം ഒരു വിളംബരം ചെയ്യുകയാണ്. പ്രിയ ശിഷ്യനായ ശിവലിംഗ സ്വാമികളെ നമ്മളുടെ അനന്തര അവകാശിയായി പ്രഖ്യാപിക്കുന്നു. ഭക്തി പാരവശ്യത്താൽ ശിവലിംഗ സ്വാമികളുടെ നയനങ്ങളിൽ നിന്നും അശ്രുക്കൾ ധാരധാരയായി പ്രവഹിക്കുവാൻ തുടങ്ങി. ഈ സമയം ലേശമകളിൽ നിന്നും ഭക്തി സമ്പൂർണമായൊരു കീർത്തനത്തിൻ്റെ അലയൊലികൾ മുഴങ്ങുവാൻ തുടങ്ങി. ആ കീർത്തനം കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരുന്നു. അരോഗ ദൃഢഗാത്രരായ ഒരു കൂട്ടം സന്യാസിമാർ ഗുരുദേവൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊരച്ചടക്കം, എന്തൊരു പ്രൗഢിയാണ് അവരോരോരുത്തർക്കും. പ്രത്യുത അവരുടെ നേതാവെന്ന് തോന്നുന്ന ആളിൻ്റെ മുഖത്ത് അവരെവിടെ നിന്നും വരുന്നു. കാഷായ വസ്ത്രധാരികളാണെങ്കിലും കായികാഭ്യാസികളുടെ ശരീരഘടന. എന്താകാം അവരുടെ വരവിൻ്റെ ഉദ്ദേശം? ആരാണവർ? കീർത്തനം ഇപ്പോൾ കൂടുതൽ കേൾക്കുവാൻ കഴിയും. അതെ, അത് ബോധാനന്ദ സ്വാമികളും അദ്ദേഹത്തിൻ്റെ ധർമ്മഭട സംഘടനാ അംഗങ്ങളുമാണല്ലോ. അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒരു താമ്പാളം നിറയെ ഫലമൂലാദികളും അതിൽ ജ്വലിച്ചു നിൽക്കുന്ന നിറദീപവും. അവരുടെ പ്രാർത്ഥനാഗീതം നമുക്കിപ്പോൾ വളരെ വ്യക്തമായി കേൾക്കാം. അവർ ഗുരുദേവൻ്റെ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. ബോധാനന്ദ സ്വാമി തൻ്റെ കൈകളിൽ കരുതിയിരുന്ന താമ്പാളം ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കൈകളിൽ സമർപ്പിച്ചിട്ട് ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. ശ്രീ ബോധാനന്ദ സ്വാമികൾ, തുടർന്ന് ഗോവിന്ദാനന്ദ സ്വാമികൾ, കൊച്ചു ഗോവിന്ദാനന്ദ സ്വാമികൾ, ഹനുമാൻഗിരി സ്വാമികൾ, കൃഷ്ണാനന്ദ സ്വാമികൾ, കേശവാനന്ദ സ്വാമികൾ, പഞ്ചവടി ഗോപാലന്ന സ്വാമികൾ, കൂർക്കഞ്ചേരി കയറ്റു സ്വാമികൾ എന്നിവർ ക്രമമായി ശ്രീനാരായണ പരമഹംസദേവൻ്റെ തിരുമുൻപിൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. ബോധാനന്ദ സ്വാമിയും ശിഷ്യവൃന്ദവും ഗുരുദേവ പ്രസ്ഥാനത്തിൽ വിരയം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വിവരം ശിവലിംഗ സ്വാമികൾ വഴി ശ്രീനാരായണ ഗുരുദേവനും സംഘവും നേരത്തെ അറിഞ്ഞിരുന്നു. ദുഷിച്ച ജാതി ചിന്തയ്ക്കെതിരായി രക്തരൂക്ഷിത വിപ്ലവത്തിലൂടെ പരിഹാരം കാണുവാൻ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സന്യാസിയും ശിഷ്യന്മാരും, അതുപോലെ അത്തരം മനുഷ്യത്വരഹിതമായ ജാതിമത തിന്മയ്ക്കെതിരെ സൗമ്യമായ മാർഗത്തിലൂടെ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഋഷീശ്വരൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് ശിഷ്യത്വം സ്വീകരിക്കുക. കുതിച്ചു പാഞ്ഞൊഴുകി വരുന്ന ഒരു ജലപ്രവാഹം ശാന്തമായൊരു തടാകത്തിൽ വിലയം പ്രാപിച്ചതുപോലെ ബോധാനന്ദ സ്വാമി എന്ന ശിഷ്യനും ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഗുരുവും ശിഷ്യത്വം സ്വീകരിച്ച് അധികം താമസിയാതെ ശ്രീനാരായണ ഗുരുദേവൻ ബോധാനന്ദ സ്വാമി എന്ന ശിഷ്യന് ആദ്യ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഗുരു അല്പവസ്ത്രധാരിയായ സിദ്ധനെ ചൂണ്ടിക്കാട്ടി, കൗപീന വസ്ത്രധാരിയായ ഈ സാധുവിനെ ഇവിടെ നിന്നും മലയുടെ വിജനമായ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. ജനമധ്യത്തിൽ സന്യാസിമാരും ലോക മര്യാദകൾ പാലിക്കുക തന്നെ വേണം. ഗുരുദേവ ശിഷ്യത്വം വരിച്ചതിനു ശേഷം തൃപ്പാദങ്ങൾ ബോധാനന്ദ സ്വാമികൾക്ക് നൽകിയ ആദ്യത്തെ പ്രവൃത്തിയും ദിവ്യോപദേശവും ഇതാണ്: ജനമധ്യത്തിൽ സന്യാസിമാരും ലോകമര്യാദകൾ പാലിക്കണം. ഈ വചനം ജനമധ്യത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും, നമ്മളും ലോക മര്യാദകൾ പാലിക്കണമെന്നുള്ള വളരെ ലളിതമായ തത്വം എത്ര തന്മയത്വത്തോടു കൂടി തന്നെ ഗുരുദേവൻ തൻ്റെ ശിഷ്യനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അതുപോലെ ശിവലിംഗ സ്വാമികൾക്ക് ശേഷം അനന്തരാവകാശിയായി നിയമിക്കപ്പെടേണ്ട ബോധാനന്ദ സ്വാമികൾ ശിവലിംഗ സ്വാമികളെ അനന്തരാവകാശിയായി തീരുമാനിക്കുന്ന അതേ നിമിഷം, അതേ സുദിനം ഗുരുദേവൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുക എന്നുള്ളതും നീതിയുടെ നിശ്ചയമാകാം. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെന്ന മഹാസാഗരത്തിൽ വിലയം പ്രാപിച്ച ചെറു നീർപ്രവാഹമായ ബോധാനന്ദ സ്വാമിയുടെ അന്തരംഗത്തിൽ നിന്നും ഇങ്ങനെയൊരു ആത്മപ്രതിജ്ഞ പ്രവഹിച്ചു. അതായത്, ഗുരുദേവനേക്കാൾ വലിയ തത്വമോ തപസ്സോ ജ്ഞാനമോ ഇല്ല തന്നെ. എല്ലാറ്റിനും അതീതമായ പരമഗുരുവിനെ ഞാൻ ഉപാസിക്കുന്നു, ഗുരുപദം പിന്തുടരുന്നു. ഇതായിരുന്നു ഗുരുപദത്തിൽ അഭയം തേടിയ ബോധാനന്ദ സ്വാമികളുടെ സ്വയം സമർപ്പണം. ഇനിയും എന്തെല്ലാം ഈ ശിഷ്യനും ഗുരുവും തുടർന്ന് ചെയ്യാനിരിക്കുന്നു.
തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത അധ്യായത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. എന്നെ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം. ഗുരുദേവ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം തൽക്കാലം ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.